നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ വൻ അശ്രദ്ധ. നവജാത ശിശുവിൻ്റെ വിരൽ മുറിഞ്ഞുപോയി. കുത്തിവെക്കാൻ കൊണ്ടുപോയ കുഞ്ഞിൻ്റെ വിരൽ അറ്റതിൽ ദുരൂഹത. സംഭവം മലങ്കര ആശുപത്രിയിൽ. അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് രക്ഷിതാക്കൾ. കുന്നംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 2018 ആരംഭിച്ച വാണിയംകുളം കോതകൃഷി റോഡ് നവീകരണം ഇനിയും പൂർത്തിയായില്ല. റൂട്ടിൽ ദുരിതയാത്ര. അനങ്ങനടിയിൽ റോഡ് ഉപരോധിച്ച മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. മാത്തൂരിൽ മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്തൃപിതാവ് വിഷം കഴിച്ചു മരിച്ചു. മരിച്ചത് പല്ലഞ്ചാത്തന്നൂർ നടക്കാവ് ശോഭന നിവാസിൽ 76 വയസ്സുള്ള രാധാകൃഷ്ണൻ. പരിക്കേറ്റ മരുമകൾ ചികിത്സയിൽ. ഷൊർണൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം ശനിയാഴ്ച. 29 അജണ്ടകൾ പരിഗണനയിൽ. തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിൻ്റെ വിരൽ പാതി മുറിഞ്ഞുപോയി. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് സംഭവം. പന്നിത്തടം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. പിഴവ് സംഭവിച്ചത് 5 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ വിരലാണ് നഷ്ടപ്പെട്ടത്. ഇക്കഴിഞ്ഞ 13 പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജിഷ്മ 16 പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകണമെന്ന് പറഞ്ഞ നഴ്സുമാർ NICUവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 7 മണിയായിട്ടും കുഞ്ഞിനെ തിരിച്ചു നൽകാതിരുന്നതോടെ ജിഷ്മ NICUവിലെത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരൽ നഖത്തിന് കീഴെ പൂർണ്ണമായും അറ്റുപോയ നിലയിൽ കണ്ടത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയതാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അതേസമയം കുത്തിവെപ്പെടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ മുറിഞ്ഞത് ദുരൂഹമാണെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്ന വ്യക്തമായ വിവരം തങ്ങൾക്ക് ലഭിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. അതിന് ആ സമയത്ത് അവിടുത്തെ ഈ ഹോസ്പിറ്റലിലെ മാനേജർ സംഭവ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഞങ്ങളോടും പറയുന്നുണ്ട്, ശരി അവര് കൺസെന്റ് തന്നില്ലേ, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ അല്ല, പ്ലാസ്റ്റിക് സർജറി ഡോക്ടർ സംഭവ സ്ഥലത്ത് വന്നപ്പോൾ പറഞ്ഞു അവര് സൈൻ ചെയ്ത് തന്നില്ലേ. ആളുടെ ഒരു കൺസെന്റ് അതിൽ എഴുതി തന്നു, അതിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പോലും അത് ചെയ്യുക എന്ന് ആ മാനേജർ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഡോക്ടർ തയ്യാറായില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്യില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും ഡോക്ടറെ കൊണ്ടൊന്നും ചെയ്തു, ഞാൻ ചെയ്യില്ല എന്ന് ഡോക്ടർ ഞങ്ങളോട് മുഖത്ത് നോക്കി പറഞ്ഞു. ആ കുട്ടിയുടെ ജീവൻ വെച്ചിട്ടാണ് കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത്. മേബി കുട്ടിക്ക് ആരെങ്കിലും ശ്വാസം കിട്ടാണ്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് കാണിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കുട്ടീനെയും തന്നിട്ടില്ല, കുട്ടീനെ അവർ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അയാൾ പറയാണ് അവരുടെ സൈഡിൽ നിന്ന് ഒരു കൺസെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിലും കൂടി നിങ്ങൾ സൈൻ ചെയ്യണം എന്നുള്ളവർ പറഞ്ഞു. അതിലും നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ പേപ്പറിൽ എഴുതി തന്നു, ഞങ്ങൾ അത് സൈൻ ചെയ്ത് തരാമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവർക്ക് ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതോ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയില്ല. മാനേജറാണ് നമ്മളടുത്ത് പറയുന്നത് ഡ്യൂട്ടി ഡോക്ടർ, അതായത് അന്ന് രാത്രി അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്ന അനുഷ എന്നുള്ളൊരു നേഴ്സാണ്. നേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം നടന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇഞ്ചക്ഷൻ കുത്തുന്നത് നമ്മുടെ ഈ തണ്ടയിലാണ് കുട്ടിയുടെ നീഡിൽ വെച്ചേക്കുന്നത്. ഈ നീഡിൽ ഇവിടെയാണ് ഇഞ്ചക്ഷൻ. അത് തലേ ദിവസം വരെ കുട്ടിക്കുള്ള എല്ലാ ഇഞ്ചക്ഷൻസും ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ ചെയ്യേണ്ട ഇഞ്ചക്ഷന് എങ്ങനെയാണ് ഇത്രയും ഭാഗം കുട്ടിയുടെ കട്ടാവുന്നത്? അതായത് കുട്ടിക്ക് ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഡിസ്ചാർജ് തരുന്നത് ഡോക്ടർ റൂമിൽ വന്നതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് തന്ന് ഒപ്പിട്ട് തന്നതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റർ വെട്ടിയെടുക്കുക. ആ നേഴ്സ് എന്തിനാണ് ആ സമയത്ത് ഇത് പ്ലാസ്റ്റർ വെട്ടാൻ നിന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് സംഭവിച്ചത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം കോതകൃഷി റോഡ് നവീകരണം അനിശ്ചിതമായി നീളുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അനങ്ങനടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് വഴിതടയിൽ സമരം നടത്തിയത്. 2018 പണിയാരംഭിച്ച വാണിയംകുളം കോതകൃഷി റോഡ് ഇനിയും സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനങ്ങനടി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വഴിതടയിൽ സമരം നടത്തിയത്. KPCC സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ അധികാരം വിട്ടൊഴിയുന്ന നാൾ വരെ ഇനി അധികാരം വിട്ടൊഴിയാൻ 1-2 മാസങ്ങൾ മാത്രം മതി. ആ കാലയളവിലായി കഴിഞ്ഞ 5-6 വർഷങ്ങളായി ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്ന നാണം കെട്ട നടപടിക്കെതിരായാണ്
യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ റോഡിൻ്റെ സ്ഥിതി എല്ലാവരും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ക്ഷേമകാര്യങ്ങളിൽ, നാട്ടിലെ വികസന കാര്യങ്ങളിൽ താല്പര്യമെടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തം. അതിനാണ് ഞാനും നിങ്ങളുമൊക്കെ നികുതി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനം മേടിച്ചാൽ 15 വർഷത്തേക്കുള്ള നികുതി ഒന്നിച്ചടയ്ക്കേണ്ട ഒരവസ്ഥയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൽമാൻ റൌഫൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നവദാസ് പാലഞ്ചേരി, പഞ്ചായത്ത് അംഗം അബു സാലിഹ് TP, രാജു ഗാന്ധിനഗർ, VK മുനീർ, ആഷിഖ് നാലകത്ത്, മുഹമ്മദ് വാപ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂരിൽ മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്തൃപിതാവ് വീട്ടിനുള്ളിൽ വിഷം കഴിച്ച് മരിച്ചു. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ നടക്കാവ് ശോഭന നിവാസിൽ 76 വയസ്സുള്ള രാധാകൃഷ്ണനാണ് വിഷം കഴിച്ച് മരിച്ചത്. മരുമകൾ അമിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ മരുമകളുമായുണ്ടായ തർക്കത്തെ തുടർന്ന് മരുമകളെ കത്തികൊണ്ട് കയ്യിൽ മുറിവേൽപ്പിച്ചിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും രാധാകൃഷ്ണൻ വീട്ടിനുള്ളിൽ കയറി വിഷം കഴിച്ചു എന്നാണ് പറയുന്നത്. മകൻ സ്ഥലത്തില്ലായിരുന്നു. രാധാകൃഷ്ണൻ്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നെങ്കിലും വിഷം കഴിച്ച വിവരം അറിഞ്ഞിരുന്നില്ല. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം 24-ന് ശനിയാഴ്ച നടക്കും. 29 അജണ്ടകളാണ് കൗൺസിലിൻ്റെ പരിഗണനയിൽ വരിക. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം സ്ഥാപിക്കുക, വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച മിനി MCF മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയവയാണ് ചർച്ചയാകുക. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗമാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ശേഷം നടക്കുക. വിവിധ വിഷയങ്ങളടങ്ങുന്ന 29 അജണ്ടകളാണ് പ്രഥമ കൗൺസിൽ യോഗത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരിക. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകുന്നത് സംബന്ധിച്ചും മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിരുന്ന 6 മിനി MCFകൾ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് UPA ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരിക. മറ്റു വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അജണ്ടകളും ചർച്ചയ്ക്ക് വരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും വിമുക്തി യോഗം ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു. യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T ഗോപാലകൃഷ്ണ ആചാരി, വടക്കാഞ്ചേരി SI ബദറുദ്ദീൻ, ചെറുതുരുത്തി SI കമറുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിൽ ആന്റി നർക്കോട്ടിക് സെൽ രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാർഡുകളിലും ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുന്നതിനും സ്ക്വാഡിൽ സ്ഥലത്തെ പ്രധാന വ്യക്തികളെയും രാഷ്ട്രീയ യുവജന സംഘടനയിലെ പ്രതിനിധികളെയും അംഗങ്ങളാക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ വായനക്കാരായ എഴുത്തുകാരുടെ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാഗസിൻ അക്ഷരജാല എഴുത്തുകാരൻ മങ്ങാട്ട് കൃഷ്ണപ്രസാദ് പ്രകാശനം ചെയ്തു. വായനശാല സെക്രട്ടറി KA അജീഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പത്മാവതി, V ഗിരിജ ടീച്ചർ, റിനിഷ സുഭാഷ്, PK ആതിര, MK വേലായുധൻ, K അർച്ചന ടീച്ചർ, M നാരായണൻകുട്ടി മാസ്റ്റർ, A സെറീന എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന ശാസ്ത്രോത്സവത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സൂര്യ VR-നെ യൂത്ത് കോൺഗ്രസ് മാങ്കുറിശി യൂണിറ്റ് ആദരിച്ചു. മാങ്കുറിശി PK ഇലക്ട്രോണിക്സ് ഉടമ രാജകുമാരൻ അനിത ദമ്പതികളുടെ 2ാമത്തെ മകളാണ് സൂര്യ. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് കാണിക്കമാതാ കോൺവെന്റിന്റെ HSS വിഭാഗം ബാൻഡ് മേളത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ അറ്റ്ലസ് മേക്കിംഗിൽ A ഗ്രേഡും കരസ്ഥമാക്കിയതിനാണ് ആദരവ് നൽകിയത്. സൂര്യയുടെ സഹോദരി ആര്യയും മുൻപ് ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. വാർഡ് മെമ്പർ സന്തോഷ് KC, യൂത്ത് കോൺഗ്രസ് മങ്കര മണ്ഡലം പ്രസിഡന്റ് അഖിൽ, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നസറുദ്ദീൻ, ഹംസക്കുട്ടി, വനിതാ കോൺഗ്രസ് പ്രതിനിധി ഫസീല ടീച്ചർ, റുബീന ടീച്ചർ, മുഹ്സീന ടീച്ചർ, KSU പ്രതിനിധികളായ മുഹമ്മദ് റമീസ്, സ്വാലിഖ് മാളിയേക്കൽ എന്നിവർ വീട്ടിൽ ചെന്നാണ് ആദരിച്ചത്. മക്കളുടെ പഠന കലാമികവിൽ രക്ഷിതാക്കളുടെയും കുടുംബത്തിൻ്റെയും സഹകരണവും ആത്മാർത്ഥതയും ഈ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണെന്ന് വാർഡ് മെമ്പർ സന്തോഷ് അഭിപ്രായപ്പെട്ടു.
രക്ഷിതാക്കളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂക്കാലം വിതറുന്നതാവട്ടെ തുടർന്നുള്ള പഠനവും കലയും ഭാവി ജീവിതമെന്ന് ഫസീല ടീച്ചറും ആശംസിച്ചു. പഠന കലാകാര്യങ്ങളിൽ എക്കാലത്തും പ്രസ്ഥാനം കൂടെ ഉണ്ടാകുമെന്നും ഇത്തരം മക്കളും രക്ഷിതാക്കളും നാടിന് മുതൽക്കൂട്ടും മാതൃകയുമാണെന്ന് യൂത്ത് കോൺഗ്രസ് മങ്കര മണ്ഡലം പ്രസിഡന്റ് അഖിലും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കാൻ ഷൊർണൂരിലെ ഗണേഷ്ഗിരി സ്വദേശിയായ കോളേജ് വിദ്യാർത്ഥിനിയും എം.ആർ. സ്നേഹയ്ക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. ഏറെ അഭിമാനവും സന്തോഷമുണ്ടെന്ന് എം.ആർ. സ്നേഹ STVയോട് പറഞ്ഞു. ചെങ്കോട്ടയിൽ നടനവിസ്മയം തീർക്കാൻ മലയാളത്തിന്റെ നക്ഷത്ര പെരുമ. ജനുവരി 26-ന് ഡൽഹി ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കാൻ ബാംഗ്ലൂർ രേവ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരിലെ 4 മലയാളികളിലൊന്നാണ് ഷൊർണൂർ ഗണേഷ്ഗിരിയിലെ എം.ആർ. സ്നേഹ. ഇപ്പോൾ നൃത്തസംഘത്തോടൊപ്പം ഡൽഹിയിൽ ഭരതനാട്യം പ്രാക്ടീസിലാണ് നർത്തകി. നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് സ്നേഹ STV ന്യൂസിനോട് പറഞ്ഞു. ഡൽഹി വെച്ച് 26-ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ കൾച്ചറൽ പ്രോഗ്രാമിന് ഭരതനാട്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ഒരു നേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ദൈവത്തിനോട് തന്നെ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ രേവ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ഭരതനാട്യം കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ ഡാൻസ്, ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ 5th മുതൽ +2 വരെ കലോത്സവങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചു വരുന്നത്, എൻ്റെ വലിയച്ഛൻ ഡാൻസ് മാഷാണ്, പേര് മണികണ്ഠൻ. ആളുടെ കീഴിലാണ് ഞാൻ പഠിച്ചു വന്നിരുന്നത്. പിന്നെ വേറെ മാഷന്മാർക്ക് കലോത്സവത്തിന് വേണ്ടി പഠിച്ചിരുന്നു. നൃത്തം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. ഗണേഷ്ഗിരി ചന്ദ്രനിവാസിലെ MK രാജൻ, KC സജിത ദമ്പതികളുടെ മകളാണ് സ്നേഹ. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ BSc ഫിസിക്സ് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ചെറുപ്പം മുതൽക്കേ ഡാൻസ് അഭ്യസിച്ചു വന്നിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലും കോളേജ് ഏസോണുകളിലും മത്സരിച്ചിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ജനുവരി 24 മുതൽ ഉത്സവാഘോഷത്തിന് തുടക്കമാകും. ഉത്സവാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 31 വരെയാണ് ഉത്സവാഘോഷം. ക്ഷേത്രോത്സവത്തിന് ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രം ഒരുങ്ങി. ജനുവരി 24 മുതൽ ജനുവരി 31 വരെ വിവിധ പരിപാടികളോടുകൂടിയാണ് ക്ഷേത്രോത്സവം. 23-ന് വൈകിട്ട് വിവിധ പൂജകളുടെ തുടക്കം കുറിക്കുന്ന ഉത്സവം 24-ന് വൈകിട്ട് 7:30-ന് കൊടികയറും. തുടർന്ന് കൈകൊട്ടിക്കളി, ഭക്തിഗാനസുധ, സോപാന സംഗീതം എന്നിവ അരങ്ങേറും. 25-ന് വൈകിട്ട് 5-ന് അക്ഷരസ്വാഗസാസ്, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, മോഹിനിയാട്ടം. 26-ന് രാവിലെ 8:30 മുതൽ സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം, അഖില കേരള ചിത്രരചനാ മത്സരം. വൈകിട്ട് 6:30-ന് സംഗീത കച്ചേരി. 27-ന് വൈകിട്ട് 6:30 മുതൽ കഥകളി. 28-ന് വൈകിട്ട് നൃത്തസന്ധ്യ, തായമ്പക എന്നിവ അരങ്ങേറും. 29-ന് രാവിലെ 10 മണിക്ക് ഉത്സവബലി. വൈകിട്ട് കൈകൊട്ടിക്കളി, നൃത്തവിസ്മയം, നൃത്തഗോപുരം. 30-ന് വൈകിട്ട് 6:30-ന് മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, പള്ളിവേട്ട എന്നിവയും നടക്കും. 31-ന് രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ. വൈകിട്ട് 5-ന് യാത്രാബലി, ആറാട്ട്, മോഹിനിയാട്ടം എന്നീ കലാവതരണങ്ങളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. മങ്കര കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. ജനുവരി 21 മുതൽ 28 വരെയാണ് ഭാഗവത സപ്താഹയജ്ഞം. വൈകിട്ട് ആചാര്യന്മാരെ സ്വീകരിച്ച് വേദിയിലെത്തിച്ചു. തുടർന്ന് ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണം നടത്തി. നൃത്തനൃത്യങ്ങൾ, മെഗാതിരുവാതിര എന്നിവയും ഉണ്ടായി. ന് വെള്ളിയാഴ്ച 6:30-ന് ഓട്ടംതുള്ളൽ. 25-ന് വൈകിട്ട് നാടൻ പാട്ടുകൾ. 26-ന് ബാലെ ദേവി ചണ്ഡിക. 28-ന് മഹാമൃത്യുഞ്ജയൻ ബാലെ എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ വൻ അശ്രദ്ധ. നവജാത ശിശുവിന്റെ വിരൽ മുറിഞ്ഞുപോയി. കുത്തിവെക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ അറ്റതിൽ ദുരൂഹത. സംഭവം മലങ്കര ആശുപത്രിയിൽ.
അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് രക്ഷിതാക്കൾ. കുന്നംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 2018 ആരംഭിച്ച വാണിയംകുളം കോതകൃഷി റോഡ് നവീകരണം ഇനിയും പൂർത്തിയായില്ല. റൂട്ടിൽ ദുരിതയാത്ര. അനങ്ങനടിയിൽ റോഡ് ഉപരോധിച്ച മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. മാത്തൂരിൽ മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്തൃപിതാവ് വിഷം കഴിച്ചു മരിച്ചു. മരിച്ചത് പല്ലഞ്ചാത്തന്നൂർ നടക്കാവ് ശോഭന നിവാസിൽ 76 വയസ്സുള്ള രാധാകൃഷ്ണൻ. പരിക്കേറ്റ മരുമകൾ ചികിത്സയിൽ. ഷൊർണൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം ശനിയാഴ്ച. 29 അജണ്ടകൾ പരിഗണനയിൽ. തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.